ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്താണ് നിൽക്കുന്നത്. അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും അകത്ത് കയറുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ വന്നാൽ കയറാൻ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളുടെ മ്യൂസിയം. ഞാനും മക്കളും എൻ്റെ ഇത്തായും മക്കളും എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ അയറൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അയറൻ ബേബി സൂവിൽ കയറാൻ വേണ്ടി പോകുന്നത്. അനിമൽസിനെയൊക്കെ കാണുമ്പം നമ്മൾ അയറൻ ബേബി എങ്ങനെ ആയിരിക്കും നമുക്ക് കണ്ടു നോക്കാം. കുറുകി പോനതടി നമ്മൾ അൽഫൂട്ടൻ ഇൻട്രോ തരുന്നതാണ്. പറയുന്നതൊക്കെ ഇൻട്രോയാണ്. മുമ്പൊക്കെ നമ്മൾ സൂവിൽ വന്ന ടൈമിൽ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ 1-2 കുരങ്ങന്മാരൊക്കെ ഉള്ളൂ. ഇപ്പം അയറൻ ബേബി ഞാൻ കുറേ ദൂരം നടക്കാനുണ്ട്. സൂവിൻ്റെ നമുക്ക് കുറേ ദൂരം നടന്നാണ് കാഴ്ചകളൊക്കെ കാണാനുള്ളത്. അപ്പം അയറൻ ബേബി ഞാനായിട്ടുള്ള ചെറിയ ഒരു ഇതാണ് വീഡിയോ എടുത്തത്. നമ്മൾ പോയത് ഒരു വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് പോയത്. കാരണം നല്ല ചൂടായത് കൊണ്ട് നമ്മൾ വെയിലൊക്കെ കഴിഞ്ഞ ശേഷം വൈകിട്ട് നേരമാണ് ഇറങ്ങിയത്. ഇപ്പം എവിടെ ഒരു മഞ്ചാടിക്കുരി എടുത്തുകൊണ്ടൊന്ന് കാണിക്കുകയാണ്. നമ്മളെ അൽഫൂട്ടനാണെങ്കിൽ ഭയങ്കര ഡാൻസൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഭയങ്കര ഡാൻസ്. നമ്മളെ കൂടെ ഇപ്പം ഒരാൾ കുറവുണ്ട്. നമ്മൾ സോലിഹ് മോനെ അവനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവൻ വീട്ടിലില്ലാത്തത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ്, ക്രോസിംഗ് ടൈം ആവാറായതാണ്. മക്കളൊക്കെ ഓടിപ്പോയി എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും എത്തി നോക്കുന്നത്. അല്ല സേ, എന്താണ് ബാബാ ബാബാ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അയറൻ ബേബി കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. എല്ലാവരും പോകുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ കരടിയെ കാണിച്ചു കൊടുക്കുകയാണ് അയറൻ ബേബിക്ക്. അയറൻ ബേബി പറയുന്നത് ആവൂ ആവൂ എന്നാണ് പറയുന്നത് കരടി കണ്ടിട്ട്. കയ്യൊക്കെ ഇട്ട് നോക്കണം അതിൻ്റെ അകത്ത്. അതല്ല ദേഷ്യം ഒരെയാണ്. എന്താണ് സൂക്ഷിച്ച് നോക്കിയാൽ ഒരാളെ കാണാൻ അതിൻ്റെ അകത്ത്. ആര്? അതാണ് ആമസോൺ തത്ത. എന്തോന്ന് ആമസോൺ? കാണാൻ പറ്റത്തില്ല, ക്ലോസിംഗ് ടൈം ആയിപ്പോയി. അനിമൽസിനെ കാണാൻ വേറെ ദിവസം നേരത്തെ വരാം. പാർക്കിൽ പോവാം. എവിടെ പാർക്ക്? ഇവിടെ പാർക്കില്ലല്ലോ. ഇല്ല, താഴെ പാർക്കില്ല. അലീസ എൻ്റെ ആയിട്ട് തർക്കം വെച്ചിട്ട് പറയുന്നത് ഇവിടെ പാർക്കുണ്ട്, അവർക്ക് പാർക്കിൽ കയറണമെന്ന്.
അങ്ങനെ നമ്മള് ലാസ്റ്റോടെ പാർട്ടി കേറ്റുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ലെങ്തി ആയി പോകും ഞങ്ങൾ മുച്ചു കൈ നോക്ക്. ഇതോ അത് പോയതാരാണ്? അത് ബിയറാണ് പോയത്. ഓ ഓ ആരെ കണ്ട്? അതെന്തോന്ന് എന്തോന്ന്? അയ്യോ അയ്യോ ബിയർ എവിടെ? ബിയർ ആവൂല കണ്ടാ? എന്താ ആരിക്കണ? എവിടെ നിൽക്കുന്ന സിംഹം? ഞാൻ കണ്ടില്ല. ഉപ്പൂതോ കിടക്കുന്നു. ആ നിസ, ഓ ലയൻ എവിടെ? ലയൻ എവിടെ? ടൈഗർ അത് ലയൻ. ലയൻ എന്താണ്? എണീക്കണോ? ഉറങ്ങണോ? ഉറങ്ങണമെന്നില്ല, അത് എണീറ്റ്. ഞാൻ കണ്ടില്ല അണ്ണാനെ. എന്തോന്ന്? എന്തോന്ന്? അണ്ണാൻ ഞാൻ കണ്ടില്ലടാ. ആ യമു എവിടെ? അത് നിന്റെ കൂടെ നടന്നു പറഞ്ഞേട്ടാ. നീ അവിടെ നിന്നുണ്ടേ ശാന്തര കൂടെ നടന്നു വരുന്നു. ആ പിടിച്ചോ, അയറിനെ പിടിച്ചോ. അയറു അയറു ഇതോ ഹിപ്പോ 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 എവിടെ? ആ ഹിപ്പോപ്പൊട്ടാസ്. ആരല്ലേ അത്? ഹിപ്പോ എന്തെന്ന്? എന്തെന്ന് ഫുൾ പറ. ഹിപ്പോ എന്തോന്ന്? റൈനോസറസ് പറ. അത് ഉറങ്ങണം, വെള്ളത്തിൽ കിടന്നാണ് ഉറങ്ങണത്. വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്നു. നമ്മുടെ ഇപ്സ പറയുന്നത് ഹിപ്പോപ്പൊട്ടാമസും റൈനോസറസും ഒരുപോലെ ഇരിക്കുന്നതാണ്. രണ്ടുമൊക്കെ വ്യത്യാസം, ഒരു കൊമ്പിന്റെ ഒരു വ്യത്യാസം മാത്രമേ. ഹിപ്പോ ഫുഡ് കഴിക്കാണ് ഫ്രണ്ട്സ്. ഹിപ്പോ ഫുഡ് കഴിക്കാണ്. പപ്പടം ഉണ്ടാവും പപ്പട മരത്തിന്. ഇതാണ് പപ്പട മരം. അപ്പോൾ ഇതുണ്ടായിരിക്കും കേട്ടോ. ഡിയറിനെ കണ്ട? അതാണ് എന്തോന്ന്? ഡിയർ. ആ പറ. ഡിയർ ഡിയർ മാൻ. കൊമ്പുള്ള അയ്യോ അയ്യോ ഇപ്പൊ വരും. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ വരും. മാനേ വിളി. മാനേ വിളി. മാനേ വിളി. മാവു അല്ല അത്. യാക്കിനെ കണ്ട? കല്ലുവ കണ്ട? യാക്ക് ഒറ്റ മൈന പാസ്സാണ്. അല്ലോ എന്താണ്? പുള്ളിമാൻ. എന്താണ് പുള്ളിമാൻ? ഇപ്പൊ കുട്ടിനത്ര പിടിച്ചിട്ട് അവര് മാം വളർത്തിയ പോലീസ് വരും. ഫ്രണ്ട്സ് നമ്മുടെ അൻപത്താളെന്നോ വരും. ഓടിക്കാം. ഇതാണ് ഡിയർ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിയേഴ്സിനെ നമ്മളിപ്പോ കണ്ടില്ല. നേരത്തെ ഡിയറിനെ കണ്ട്. ഇതൊരു വേറെ ടൈപ്പ് ഡിയറാണ്.
റാണി ജാൻസി റാണി ചീറ്റ ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ആനിമൽ. ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ആനിമൽ ഓ ചീറ്റ കണ്ടില്ലേ? ഫുൾ ആ? സ്ട്രോങ് ആനിമൽ ആ ചീറ്റ തോ ഇരിക്കണതോ കണ്ടില്ലേ? അടുത്ത് കാണുമ്പോൾ ആരെന്നറിയാമോ? ടൈഗർ. അല്ലും എപ്പോ ടി വിയിലെ കാണൂലേ? ആ ടൈഗറിനാണ് കാണാൻ പോണത്. പേടിയുണ്ടോ? പഠിക്കോ? നോക്കട്ടെ. പേടിയാ? ഫുൾ ആനിമൽ ഈസ് എ ടൈഗർ. നോക്ക് ഒന്നു അയ്യോ ലയനും ഉണ്ട് ടൈഗറും ഉണ്ട്. എന്റെ കളിക്കണം ആര് അതെ ഉറങ്ങാണ്. ടൈഗർ ഉറങ്ങാണ്. ആ കേട്ടാ എല്ലുമ്മ അതിൻ്റെ അകത്ത് പോയ അത് കടിച്ചു തിന്നും. അറിയാമോ? വാ കുറെ ദൂരം നടന്നപ്പോൾ എല്ലാവരും തളർന്നു. എല്ലാവരും കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് എല്ലാവരും ഇരിക്കുകയാണ്. ചീറ്റ 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 എവിടെ? ചീറ്റ ഈ പേടാ ഗണേഷ് എന്നാണ് എന്റെ പേര്. ഗണേഷ് ചെക്കണോ? പിന്നെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ സൂവിൻ്റെ ഹോസ്പിറ്റലും കണ്ടായിരുന്നു. മൃഗങ്ങളുടെ ഹോസ്പിറ്റലും കണ്ട് ഫ്രണ്ട്സ്. പിന്നെ കുറച്ച് ദൂരം വന്നപ്പം കുറച്ച് ബേർഡ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നത്. എൻഡിലാണ് നമ്മൾ ഇറങ്ങാറാവുമ്പോഴാണ് കുറച്ച് ബേർഡ്സിൻ്റെ കളക്ഷൻ ഉള്ളത്. നല്ല കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.